ഹായ് ഓൾ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LDC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ SCERTയിൽ വരുന്ന സയൻസിൽ വരുന്ന 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ 1 ആണ്. നമുക്ക് PSC എക്സാമിൽ ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ് SCERT പാഠപുസ്തകങ്ങൾ. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒറ്റയുള്ളൊരു ജീവിയും എന്നതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആഹാര ശൃംഖലാജാലം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം എന്ന് പറയുന്നത് സസ്യങ്ങളാണ്. അവരാണ് ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ പ്ലവകങ്ങളാണ്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസം എന്ന് പറയുന്നത്. വയൽ, പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശം, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ എന്നിവയെല്ലാം ആവാസങ്ങളാണ്. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ആഗോള കടുവ ദിനം ജൂലൈ 29. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1 പ്രകാശ സംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തിൻ്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ്, ഓക്സിജൻ എന്നിവയാണ്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ശ്വസനഫലമായ എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഫൈലോടാക്സി. ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ക്രമീകരണത്തെ അല്ലെങ്കിൽ വിന്യാസത്തെയാണ് നമ്മൾ ഫൈലോടാക്സി എന്ന് പറയുന്നത്. ഇത് ഏകാന്തര വിന്യാസം, എതിർവിന്യാസം, സർപ്പിള വിന്യാസം എന്നിങ്ങനെ 3 തരത്തിലുണ്ട്. ഫൈലോടാക്സിയെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുള്ള ഒന്നാമത്തെ വിഭാഗമാണ് ഏകാന്തര വിന്യാസം. ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല എന്ന രീതിയിലുള്ള വിന്യാസമാണിത്. എക്സാമ്പിൾ റോസ, ചെമ്പരത്തി, മാവ്. എതിർവിന്യാസം ഒരു പർവ്വത്തിൽ നിന്നും ഇരുവശത്തേക്ക് ഓരോ ഇലകൾ എന്ന രീതിയിലുള്ളതാണ്. എക്സാമ്പിൾ പേര, തുളസി, തെച്ചി. സർപ്പിള വിന്യാസം ഒരു പർവ്വത്തിനു ചുറ്റും 3 അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയാണ്. സൂര്യകാന്തി, അരളി, ഏഴിലംപാല എന്നിവയൊക്കെയാണ് എക്സാമ്പിൾ. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഹരിതകമാണ്. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങൾ ചുവപ്പ് നിറം ആന്തോസയാനിൻ, ഓറഞ്ച് നിറം കരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൻ. അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാവുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ, ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ആർഗൺ. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. എക്സാമ്പിൾ ഓർക്കിഡുകൾ, മരവാഴ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാഗങ്ങൾ. ഇത്തിൾ, കണ്ണി, ചന്ദനം എന്നിവയാണ് എക്സാമ്പിൾ. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. മൂടില്ലാത്താളി, റെഫ്ലീഷ്യ എന്നിവയാണ് എക്സാമ്പിൾ. ഇതിൽ റെഫ്ലീഷ്യ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പമാണ്. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. എക്സാമ്പിൾ നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് കൂണുകൾ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്.
ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് 5ാം ക്ലാസ്സിലെ സയൻസ് വരുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, ഒറ്റയുള്ളൊരു ജീവിയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്